ഹായ് ഡിയർ ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്നത് ഒരു ഷോപ്പിംഗ് ഹോൾ വീഡിയോ ആണ്. ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റായ നൂണിൽ നിന്ന് വാങ്ങിയിട്ടുള്ള കുറച്ച് സാധനങ്ങളാണ് ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത്. അപ്പോൾ 2 ബോക്സ് ആയിട്ടാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ള സാധനങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ഇനി വാങ്ങിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഓരോന്നായിട്ട് കാണിച്ചു തരാം. ഇത് എഗ് ബോയിലർ ആണ്. ഇതൊക്കെ ഇതിൻ്റെ ഉള്ളിലുള്ള ടൂൾസുകളാണ് കേട്ടോ. ഇതൊരു ചെറിയ മെഷറിംഗ് കപ്പ് പോലെയാണ്. ഇതിൻ്റെ അടിയിൽ ഒരു ചെറിയൊരു നീഡിൽ പോലെ ഉണ്ട്. അപ്പോൾ നമ്മൾ മുട്ട പുഴുങ്ങാനെടുക്കുന്ന സമയത്ത് ഇതുകൊണ്ട് ചെറുതായിട്ടൊരു ഹോൾ ഉണ്ടാക്കി കൊടുക്കണം. ഈ ഒരു സ്റ്റീൽ പ്ലേറ്റിലാണ് നമ്മൾ മുട്ട പുഴുങ്ങാനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടത്. ഇതിൻ്റെ മുകളിൽ മുട്ടകൾ വെച്ചിട്ട് അടച്ചു വെച്ച് സ്റ്റീം ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ പാനിലുമൊക്കെ ഓയിൽ ഗ്രീസ് ചെയ്യാൻ എടുക്കുന്നൊരു ടൂളാണ്. ഇതിൻ്റെ അടിഭാഗം ഗ്ലാസ് ആണ്. അതുപോലെ മുകൾ ഭാഗത്ത് നമ്മൾ ഓയിൽ സ്പ്രെഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന അത് സിലിക്കൺ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് കാണിക്കുന്നത് പെപ്പർ ഗ്രൈൻഡറാണ്. ഇത് സ്പൂണും നൈഫും ഫോർക്കൊക്കെ ആയിട്ട് ഓരോന്ന് 6 പീസ് വരുന്ന ഒരു കട്ട്ലറി സെറ്റാണ്. ഇനി അതേ സെറ്റിൽ തന്നെ വരുന്ന ചെറിയ സ്പൂണിൻ്റെ 6 പീസ് വരുന്ന ഒരു സെറ്റാണിത്. ഇതിൻ്റെ തന്നെ വേറൊരു പാക്കും കൂടി വാങ്ങിച്ചിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മൾ ബേക്ക് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന നോൺ സ്റ്റിക്കിൻ്റെ ട്രേ ആണ്. ഇത് ഒരു സെറ്റിൽ തന്നെ 3 പല സൈസിൽ വരുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഫ്രിഡ്ജിലൊക്കെ സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഗ്ലാസിൻ്റെ കണ്ടെയ്നേഴ്സാണ്. ഇത് ക്ലീൻ ചെയ്യാൻ വളരെ എളുപ്പമാണ്. അതുപോലെ മൈക്രോവേവ് സേഫുമാണ്. അതുപോലെ ഇതിൻ്റെ ലിഡ് പ്ലാസ്റ്റിക് കൊണ്ടാണ്. ഇതിൻ്റെ പല സൈസിലുള്ള 6 പീസിൻ്റെ ഒരു സെറ്റാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. ഇത് കൂടാതെ 3 പീസിൻ്റെ വേറൊരു സെറ്റ് കൂടി ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഇത് സോപ്പ് ഡിസ്പെൻസറാണ്. ഞാനിത് വാങ്ങി നോക്കിയപ്പോൾ എനിക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടാണ് തോന്നിയത്. അപ്പോൾ ഒരെണ്ണം കൂടി വാങ്ങിച്ചതാണ്. ഇതിൻ്റെ കൂടെ കഴുകാനുള്ള ഒരു സ്പോഞ്ച് കൂടി കിട്ടുന്നുണ്ട്. ഇത് വുഡൻ സ്പൂണൊക്കെ ഉള്ള ഒരു സെറ്റാണ്. സാധാരണയായിട്ട് എല്ലാവരും കിച്ചണിൽ ഉപയോഗിക്കുന്നത് തന്നെയാണ്. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇനിയും ഇതുപോലെ നല്ലൊരു വീഡിയോയുമായി കാണാം. ഗുഡ് ബൈ.